എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ സ്വപ്നം കാണുന്ന ഒരു സർക്കാർ ജോലി സ്വന്തമാക്കുക എന്നത് കഠിനാധ്വാനത്തോടൊപ്പം തന്നെ കൃത്യമായ മാർഗനിർദ്ദേശം കൂടി ഉണ്ടെങ്കിലേ സാധ്യമാണ്. ആ കൃത്യമായ വഴിയിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യത്തിലേക്ക് വേഗത്തിൽ ഓടിയെത്തിയ ഒരു പ്രതിഭയാണ് ഇന്ന് നമുക്കൊപ്പം ഈ സ്റ്റുഡിയോ ടോക്കിൽ പങ്കുചേരുന്നത്. ഖാദി ബോർഡ് LD ക്ലർക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി തന്റെ സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ വിഷ്ണു ആണെന്ന് നമുക്കൊപ്പം ഉള്ളത്. ഹായ് വിഷ്ണു, വെൽക്കം ടു ദി ഷോ. ഓക്കെ, വിഷ്ണുവിന്റെ സ്ഥലം എവിടെയാണ്? ട്രിവാൻഡ്രം ജില്ലയിലെ കടക്കാവൂരിലാണ് എന്റെ സ്ഥലം. സ്കൂൾ കോളേജ് ഒക്കെ എവിടെയായിരുന്നു? ഞാൻ സ്കൂൾ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ വീടിന്റെ അടുത്ത് വീടിന്റെ അടുത്ത് തന്നെ കടക്കാവൂരാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ വർക്കല SN കോളേജിൽ BCom ചെയ്തു. പിന്നെ ട്രിവാൻഡ്രത്ത് കോൺസ്പി അക്കാദമി MBA കഴിഞ്ഞു. ബിറ്റോയിൽ പഠിച്ച് ഈ ഒരു മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചത് എന്താണ് വിഷ്ണു പറയാനുള്ളത്? ജോലി കിട്ടിയതിന് വളരെ സന്തോഷമുണ്ട്. ഈ കുറച്ച് കാലയളവിൽ തന്നെ 100-നകത്ത് റാങ്ക് വരാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് കോച്ചിങ് സെന്ററുകൾ ഉണ്ടല്ലോ. ഇത്രയധികം കോച്ചിങ് സെന്ററുകൾ ഉണ്ടായിട്ടും വിഷ്ണു എന്തുകൊണ്ടാണ് വീറ്റോ തന്നെ തിരഞ്ഞെടുത്തത്? ഈ വിജയത്തിൽ വിഷ്ണുവിന് വീറ്റോയുടെ പങ്ക് എത്രത്തോളമാണെന്ന് പറയാമോ? ഞാൻ വീറ്റോനെ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ നിന്നാണ്. അവരുടെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് വീറ്റോയിൽ പഠിച്ച് ജോലി കിട്ടിയ ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അങ്ങനെ അവരുടെ സജഷൻ പ്രകാരം ഞാൻ വീറ്റോയിലെത്തി. ബേസ് പഠിച്ചെടുക്കാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു? ഇല്ല, വളരെ കുറച്ച് സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ, വീറ്റോയിലെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ വിഷ്ണുവിന്റെ പഠനത്തെ എങ്ങനെയാണ് എളുപ്പമാക്കിയത്? വീറ്റോയില് എല്ലാ വിഷയത്തിനും അതിൻ്റെതായ പ്രാധാന്യം തന്നു. എല്ലാ വിഷയങ്ങളും ഓരോ എക്സാമിന് മുമ്പ് തന്നെ പഠിപ്പിച്ച് പ്രോപ്പറായിട്ട് തീർക്കാറുണ്ട്. എല്ലാ വിഷയവും ഒരു ബേസ് ലെവലിലും അതിൻ്റെ ഏറ്റവും ഹൈ ലെവലിലും രണ്ട് രീതിയിലും ഇവിടെ പഠിപ്പിക്കാറുണ്ട്. പിന്നെ കുട്ടികളുടെ അഭ്യർത്ഥന പ്രകാരം അവർക്ക് ഏത് വിഷയമാണോ അവർ ഒരുപാട് വീക്കായിട്ടുള്ളത് അതിന് നമുക്ക് സ്പെഷ്യൽ കെയർ തന്നു നമ്മുടെ അത് വളരെ നല്ല രീതിയിൽ. പഠനത്തോടൊപ്പം തന്നെ വിലയിരുത്തലുകളും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണല്ലോ. ഇപ്പോൾ വീറ്റോയിൽ നടന്നിരുന്ന മോഡൽ എക്സാമുകൾ പരീക്ഷ പേടി മാറ്റാനും ടൈം മാനേജ്മെന്റിന് എങ്ങനെയാണ് വിഷ്ണുവിനെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ഞാൻ എക്സാം ഒക്കെ എഴുതുമ്പോൾ പൊതുവെ സ്ലോ ആയിട്ട് എഴുതുന്ന ഒരാളായിരുന്നു. സ്ഥിരമായിട്ടുള്ള വീറ്റോന്റെ മോഡൽ എക്സാം എനിക്ക് എഴുതുന്നതിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നു. ഞാൻ ഓരോ വിഷയത്തിനും അതിൻ്റെതായ സമയം ഡിവൈഡ് ചെയ്ത് എക്സാം എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് ടൈം മാനേജ് ചെയ്യാൻ പറ്റി തുടങ്ങി. പിന്നെ നമ്മുടെ യൂഷ്വലി എക്സാം നടന്നതിനേക്കാളും കുറച്ച് ടൈം കുറച്ച് വെച്ചാൽ വീറ്റോയിൽ എക്സാം നടന്നത്. അപ്പോൾ അത് മീൻസ് കുറച്ച് സ്പീഡിന് എഴുതാൻ അത് സഹായിച്ചു. പിന്നെ വീറ്റോയിൽ മോഡൽ അല്ലാതെ ടോപ്പിക് എക്സാം, SCRT എക്സാം, പിന്നെ PSCയുടെ മെയിൻ എക്സാമിൻ്റെ പാറ്റേണിൽ വീറ്റോയിൽ മാസം മന്ത്ലി എക്സാംസ് നടത്താറുണ്ട്. അത് മീൻസ് മന്ത്ലി എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ വീറ്റോൻ്റെ എല്ലാ സെൻറ്ററുകളും ഒരുമിച്ച് മന്ത്ലി എക്സാം നടന്നത് അതിൻ്റെ എല്ലാം കൂടി റിസൾട്ട് ഒരുമിച്ച് പബ്ലിഷ് ചെയ്തിട്ട് അതിന് ക്യാഷ് പ്രൈസും അതിന് ട്രോഫിയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്കും അത് കിട്ടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ ഈ ഖാദി ബോർഡ് എക്സാമിന് ഒരു മാസം മുമ്പും എനിക്കിങ്ങനെ വീറ്റോയിൽ മന്ത്ലി നടത്തിയപ്പോൾ ഫസ്റ്റ് വരാൻ സാധിച്ചു. അപ്പോൾ അതെൻ്റെ ഖാദി ബോർഡിലേക്കുള്ള എക്സാമിനേക്ക് വലിയ കോൺഫിഡൻസ് എനിക്ക് വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്തിരുന്നു. ഖാദി ബോർഡ് അല്ലാണ്ട് വേറെ ഏതൊക്കെ ലിസ്റ്റിലുണ്ടായിരുന്നു? ഞാൻ LDCയിലുണ്ട്, ലബോറട്ടറി അസിസ്റ്റന്റ് ഉണ്ട്, പിന്നെ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ലിസ്റ്റുകളിലൊക്കെ. ഡെയിലി എക്സാമുകളുടെ റിസൾട്ടിന് ശേഷം നിങ്ങളുടെ പോരായ്മകൾ കണ്ടെത്തി തിരുത്താൻ വീറ്റോയിൽ നിന്ന് എങ്ങനെയുള്ള പിന്തുണയാണ് ലഭിച്ചത്? വീറ്റോയിൽ ഓരോ എക്സാം നടത്തുമ്പോഴും നമ്മുടെ മാർക്ക് കുറയുകയാണെങ്കിൽ അതിനനുസരിച്ച് അവിടെ ഇമ്പോസിഷനും അങ്ങനെയൊക്കെ തരാറുണ്ട്. നമ്മളത് അന്ന് വൈകുന്നേരം അവിടെ ഇരുന്ന് എഴുതി പഠിച്ച് തീർത്തിട്ടേ വീട്ടിലെത്താറുള്ളൂ എന്ന് അവർ ഉറപ്പുവരുത്താറുണ്ട്. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ മെന്റേഴ്സിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ പഠിച്ചത് ആറ്റിങ്ങൽ വീറ്റോ ബ്രാഞ്ചിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫായ ദിവ്യ ചേച്ചിയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു പഠിക്കാൻ. അതൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചു. ജോലി നേടുക എന്ന ലക്ഷ്യത്തിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കാൻ പാകത്തിലുള്ള എങ്ങനെയുള്ള പഠന അന്തരീക്ഷമാണ് വീറ്റോ നിങ്ങൾക്ക് നൽകിയത്? വീറ്റോയിൽ ഇപ്പോൾ ഡെയിലി ക്ലാസ്സിന് ഉപരി അവിടെ കമ്പൈൻ സ്റ്റഡിക്കുള്ള സൗകര്യമൊക്കെ വീറ്റോ ഒരുക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ആ കമ്പൈൻ സ്റ്റഡിക്കുള്ള സമയം നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു. എക്സാമിലേക്കും അതിന് നല്ല മാർക്ക് കിട്ടുന്നതിലേക്കും അത് ഒരുപാട്
ഉപകാരപ്രദമായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ഏതെങ്കിലും സബ്ജക്റ്റിലൊക്കെ വീക്ക് ആണെങ്കിൽ V2 ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. അത് സെപ്പറേറ്റ് ക്യാഷ് കൊടുക്കണോ അതോ അത് V2 റെഗുലർ കോഴ്സിന് പഠിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് അതിൽ ആക്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ നമ്മൾ വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റ് വീട്ടിൽ പോയിട്ട് ഏത് സമയം നമുക്ക് അത് കാണാനുള്ള ഒരു അവസരം V2 ഒരുക്കി തരും. അത് ലൈവ് ക്ലാസ് ആണോ അതോ റെക്കോർഡ് ക്ലാസ് ആണോ? രണ്ടും, ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും കാണാറുണ്ട്. ഇനി വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന ഒരു നല്ല കോച്ചിങ് സെന്റർ തിരയുന്ന മറ്റു ഉദ്യോഗാർത്ഥികളോട് വിഷ്ണുവിന് V2യെ കുറിച്ച് എന്താണ് ഉദ്ദേശിക്കാനുള്ളത്? ഞാൻ എല്ലാവർക്കും V2 ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് V2ലാണ്. ഒരു ബേസും ഇല്ലാതിരുന്ന എനിക്ക് ഒരുപാട് എക്സാംസ് ക്ലിയർ ചെയ്യാൻ V2യുടെ ക്ലാസ്സസ് ആയാലും V2യുടെ മെൻറ്റേഴ്സ് ആയാലും ട്യൂട്ടേഴ്സ് ആയാലും അവിടുത്തെ എല്ലാ സ്റ്റാഫ്സ് ആയാലും എല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ നോട്ടായാലും അവിടെ നല്ല നോട്ടും ക്വസ്റ്റ്യൻസും ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഞാൻ മെയിനായിട്ട് ഫോളോ ചെയ്യും 10th ലെവൽ എക്സാംസിന് ഞാൻ മെയിനായിട്ട് ഫോളോ ചെയ്തു V2യുടെ തന്നെ SCRT ടെക്സ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ മീൻസ് ഇത് എല്ലാം ഞാൻ ചെയ്തിട്ടാണ് എനിക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് ബാക്കിയുള്ളവർക്കും അതുപോലെ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. V2യുടെ ക്ലാസ്സുകൾക്ക് ശേഷമുള്ള വിഷ്ണുവിന്റെ പഠന സമയം എങ്ങനെയായിരുന്നു? തുടക്ക സമയത്തൊക്കെ ഞാനൊരു V2യുടെ ക്ലാസ് കഴിഞ്ഞ് ഞാനൊരു 5-6 മണിക്കൂറൊക്കെ പഠിക്കുന്ന ആളായിരുന്നു. പിന്നെ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് ഇതിനെ ഒരു എക്സാമിനായിട്ട് ഒരു ഐഡിയ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ടൈം കുറച്ചു. ഒരുപാട് നേരം പഠിക്കുന്നതിലല്ല കാര്യം, പഠിക്കുന്നത് പോയിന്റ്സ് വ്യക്തമായിട്ട് പഠിക്കുന്നതിലാണ് കാര്യം എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഒരുപാട് നേരം പഠിക്കുന്ന ആളല്ല, ഡെയിലി ഒരു 2 മണിക്കൂർ. ഓക്കെ, വിഷ്ണു ഇപ്പോൾ പറഞ്ഞല്ലോ 2 മണിക്കൂർ കൊണ്ടാണ് വിഷ്ണു വീട്ടിൽ നിന്ന് പഠിക്കുന്നത്. അതായത് V2യുടെ ക്ലാസ്സിന് പുറമേ 2 മണിക്കൂറാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് ടോപ്പിക്കുകളൊക്കെ റിവൈസ് ചെയ്യുന്നത്? ഞാൻ ടോപ്പിക്കുകൾ അങ്ങനെ ഡെയിലി ടോപ്പിക്ക് റിവൈസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ പുതിയ ടോപ്പിക്ക് ജനറലായിട്ട് ഞാൻ പഠിക്കുന്നത്. പിന്നെ എക്സാം അടുക്കാറാകുമ്പോൾ റിവിഷൻ ചെയ്യും. അപ്പോൾ ഞാൻ എങ്ങനെ റിവിഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അടുത്ത് നടന്ന POQ ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിൽ ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് വരുന്ന മേഖലകൾ മാത്രം സെലക്ട് ചെയ്ത് അത് ആ ഒരു പോർഷൻസ് മാത്രം റിവൈസ് ചെയ്ത് പോകാറുണ്ട്. ഒരു സർക്കാർ ജോലി ലക്ഷ്യമിടുന്ന ഉദ്യോഗാർത്ഥികളോട് വിഷ്ണുവിന് എന്താണ് പറയാനുള്ളത്? നമ്മൾ പ്രതീക്ഷ കൈവിടാതെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ജോലി കിട്ടും. പിന്നെ ഈ ജോലി കിട്ടുന്നതിനുള്ള ഒരു വഴി ഇങ്ങനെ വലിയ എളുപ്പമൊന്നുമല്ല. കാര്യം ഇത്രയും ലക്ഷം ആൾക്കാർ എഴുതുന്നതാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് നമുക്ക് എല്ലാ എക്സാമിനും നല്ലോണം പെർഫോം ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പഠിച്ച ടോപ്പിക്കാണ് കൂടുതലും എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ മേ ബി അത് എളുപ്പമായിരിക്കാം, അല്ലെങ്കിൽ അപ്പോൾ പ്രതീക്ഷ കൈവിടാതെ നിർത്താൻ തോന്നും, പക്ഷെ നിർത്തരുത്.